അത് യാഥാർത്ഥ്യം അതല്ലേ? ജലീൽ പറഞ്ഞതാണ് യാഥാർത്ഥ്യം. CPM മുസ്ലിം ലീഗിനെ പറ്റി മാറ്റി പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗിനെ എതിർത്ത കാലത്ത് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ പുറകെ നടന്ന കാലമുണ്ട്, ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് പ്രണയാഭ്യർത്ഥനയുമായി നടന്നൊരു കാലമുണ്ട്. അപ്പോൾ ഇതേ ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊരു വർഗീയ പാർട്ടിയല്ല. മുസ്ലിം ലീഗ് എങ്ങനെ വർഗീയ പാർട്ടിയാണ്? മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്ക് കേരളത്തിലെ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഇപ്പോഴും വോട്ട് ചെയ്യുമല്ലോ, ഇല്ലേ? അവർ ജയിക്കില്ലല്ലോ. മുസ്ലിം വോട്ട് കൊണ്ട് മാത്രമാണോ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത്? എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട ആളുകൾ. ഇപ്പോൾ കാസർഗോഡ് 2 MLA മുസ്ലിം ലീഗിനുണ്ട്. മുസ്ലിങ്ങൾ മാത്രം വോട്ട് ചെയ്തിട്ടാണ് അവർ ജയിച്ചത്. എല്ലാ മതവിഭാഗത്തിലും പെട്ട ആളുകൾ അവർക്ക് വോട്ട് ചെയ്യാനുണ്ട്. മുസ്ലിം ലീഗ് ഇപ്പോൾ സത്യത്തിൽ യഥാർത്ഥത്തിൽ പല വിഷയങ്ങളും വർഗീയമായി മാറേണ്ട, ഭിന്നിപ്പ് ഉണ്ടാകേണ്ട ചില കാര്യങ്ങളിലൊക്കെ അവരുടെ നേതൃത്വം സമർത്ഥമായി നല്ല രീതിയിൽ ഇടപെട്ട് സതുദ്ദേശത്തോടുകൂടി ഇടപെട്ട് പല പ്രശ്നങ്ങളെയും തീർക്കുകയാണ്. കേരളത്തിൽ വർഗീയ സംഘർഷം ഉണ്ടാകാതിരിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട റോൾ മുസ്ലിം ലീഗ് പ്ലേ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജലീൽ അത് ആ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആളാണ്, ജലീലിനെ അറിയാം. ജലീൽ പല സാഹചര്യം കൊണ്ടായിരിക്കും പുറത്തു പോയത്. അദ്ദേഹം അത് വീണ്ടും ആവർത്തിച്ച് പറയുന്നത് സ്വാഗതാർഹമായ കാര്യമാണ്.